Good morning dear traders, welcome back to another video of pre-market analysis. നമുക്ക് ഇന്നത്തെ നമ്മുടെ ട്രേഡ് പ്ലാൻ പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ വ്യാഴാഴ്ച ദിവസം നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാൻ്റെ റിവ്യൂ ഒന്ന് നോക്കാം. എത്രത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞ സെറ്റപ്പുകളൊക്കെ മാർക്കറ്റിൽ വർക്കൗട്ടായി ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ യൂറോ USD പറഞ്ഞൊരു കാര്യം, ഈ കാണുന്ന ബുള്ളിഷ് എഫീജി ഉണ്ടായിരുന്നു. ഈ ഒരു PD മെട്രിക്സ് അറയുടെ ഈ ഒരു ബുള്ളിഷ്, അത് പക്ക ആ ഒരു PD മെട്രിക്സ് അറയുടെ ബുള്ളിഷ് എഫീജി അല്ല, ബട്ട് എന്നാലും ആ ബുള്ളിഷ് എഫീജിയിൽ ഒരു ബയേഴ്സ് കയറാൻ ഒരു പോസിബിലിറ്റിനെ പറ്റി ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റിൽ അവിടെ ബയേഴ്സ് സ്റ്റെപ്പിനായിട്ടുണ്ട്. അതിന് വൺ ഓഫ് ദ അനദർ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബൈ സെൽ ലിക്വിഡിറ്റി ആയിരുന്നു. ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റിയിൽ വന്ന് അവിടെ സെല്ലേഴ്സ് സ്റ്റെപ്പിനായി ഒരു ബെയറിഷ്നെസ്, അതായത് ഇൻട്രാഡേ ബേസിസിൽ ഒരു ബെയറിഷ്നെസ് ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ വേറെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് എഫീജി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബൈസ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബയേഴ്സിന് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. നല്ല സെൽ ഓഫ് ആയിരുന്നു അവിടെ നടന്നത്. അപ്പോൾ അതൊരു ബെയറിഷ് IFEG ആയിട്ട് അവിടെ ആക്ട് ചെയ്യും മിക്കവാറും വരുന്ന മണിക്കൂറുകളിൽ. പിന്നെ എൻ്റെ ഇന്നത്തേക്കുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബൈ എൻട്രി നമുക്ക് ഇന്നലെ കിട്ടിയില്ല. കാരണം മിഡ് നൈറ്റ് ടൈമിലായിരുന്നു. മിഡ് നൈറ്റ് ടൈമിൽ നിന്നല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു കൺഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. എൻട്രി എടുക്കാൻ മാത്രം മനസ്സിലായി. ഈവൻ ബയേഴ്സ് അവിടെ സ്റ്റെപ്പിനായെങ്കിൽ പോലും. അപ്പോൾ ഇന്നത്തേക്കുള്ള എൻ്റെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബെയറിഷ് എഫീജിന്ന് അവിടെ ബയേഴ്സ് അല്ല സെല്ലേഴ്സ് അവിടെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇൻഎഫിഷ്യൻസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് എന്തായാലും ഷോർട്ട് ചെയ്യും. ഈ ബെയറിഷ് എഫീജിന്ന് ഈ ലോ വരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഞാൻ ഷോർട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ബയേഴ്സ് ആണ് അവിടെ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബെയറിഷ് എഫീജി ബുള്ളിഷ് IFEG ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ബൈസ് ആയിരിക്കും ഞാൻ നോക്കുക. ഇതാണ് യൂറോസ്ഡിയിലുള്ള എൻ്റെ ഇന്നത്തേക്കുള്ള ട്രേഡ് പ്ലാൻ. ആൻഡ് നമുക്കൊന്ന് 1 hour ടൈം ഫ്രെയിം കൂടെ നോക്കാം, വേറെ എന്തെങ്കിലും അനാലിസിസ് കിട്ടുമെന്ന് അറിയാനായിട്ട്. ഇല്ല, 1 hour ടൈം ഫ്രെയിമിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് രണ്ടുമാണ് പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് US ഡോളർ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഈ ഒരു ബെയറിഷ് എഫീജി എന്നുള്ള ഒരു സെൽ ആൻറ്റിസിപ്പേഷൻ നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ന്യൂസിൻ്റെ ടൈമിൽ നല്ലൊരു സ്പൈക്ക് ഡോളറിലുണ്ടായിരുന്നു. USD ഇന്നലെ ഉണ്ടായിരുന്നു, കണ്ടില്ല? ഇന്നലെ ആ ന്യൂസിൻ്റെ ടൈമിലായിരുന്നു. 8:30 ആ ന്യൂസ്. ആ സ്പൈക്ക് വന്നു. 8:30 മീൻസ് ന്യൂയോർക്ക് ടൈമാണ് ഞാൻ സംസാരിക്കുന്നത്. 8:30 ആ ന്യൂസ് വന്നു. അത് ആ ബുള്ളിഷ് ബെയറിഷ് എഫീജി പൊക്കത്തേക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയെങ്കിലും ബട്ട് 1 day ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ആയിട്ടില്ല. 1 day ടൈം ഫ്രെയിമിലുള്ള എഫീജി ആണ്. സോ അതിനിപ്പോഴും വാലിഡായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. സോ ഞാനിപ്പോൾ പേഴ്സണലി ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഇവിടെ നിന്ന് ഇനിയും ഒരു ഡൗൺഫോൾ തന്നെയാണ്. ഈ ഒരു ലോ ഇത് 2-3 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞ ലോയാണ്. ഈ ലോ നമ്മൾ ടേക്ക് ചെയ്യുമെന്നുള്ളത്. സോ മേ ബി ഇന്നല്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഈ ലോ ഡോളറിൽ ടേക്ക് ഔട്ട് ചെയ്യാനായിരിക്കും. സോ അങ്ങനെയാണ് ഇതിൽ പ്രൈസ് ആക്ഷൻ കുറച്ചുകൂടെ യൂറോനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഇപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ യൂറോ ബൈ ആയിരിക്കും ഞാൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള നമ്മൾ ഡോളറിൻ്റെ ഒരു ഇൻവെസ്റ്റ്ലി കോറിലേറ്റഡ് പെയർ ആണല്ലോ യൂറോ USD. സോ ഐ എം ബെയറിഷ് ഓൺ ഡോളർ ആൻഡ് ഐ എം ബുള്ളിഷ് ഓൺ യൂറോ USD. അതാണ് ഇപ്പോൾ എൻ്റെ വ്യൂ. ആൻഡ് ഫൈനലി ഗോൾഡിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം. ഗോൾഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞ, അതായത് വെനസ്ഡേ August 14 പറഞ്ഞ ഈ ഒരു ബുള്ളിഷ് എഫീജി ഉണ്ടായിരുന്നു. ബുള്ളിഷ് എഫീജിയുടെ ഈ ഒരു EQ ഏരിയയിൽ നിന്നായിരുന്നു ഞാൻ ഒരു ബൈ ആക്ഷൻ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. ബട്ട് അവിടെ താഴത്തേക്ക് വീണ്ടും വന്നു. ഈ ഒരു ക്യാൻഡിലായിരുന്നു മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്തേക്കണത്. സോ ബയേഴ്സ് ഇപ്പോഴും അവിടെ സ്ട്രോങ് തന്നെയാണ്. ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഗോൾഡിൽ ബെയറിഷ് ആവാൻ മാത്രം ചാൻസസ് ഒന്നും കാണുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ചത്തേക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വീക്കെൻഡാണ്. ഞാൻ എന്തായാലും ബുള്ളിഷ് തന്നെയാണ്. എൻ്റെ പേഴ്സണൽ ഒരു ആൻറ്റിസിപ്പേഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇനി അടുത്തതായിട്ട് നോക്കുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ലിക്വിഡിറ്റി ഉണ്ട്. അതായത് ഏഷ്യനിലോ ഏഷ്യൻ റേഞ്ച് കഴിഞ്ഞു. ന്യൂയോർക്കല്ല, ലണ്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ 1:50 ന്യൂയോർക്ക് ടൈമിൽ 1:51. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ വന്നു കഴിഞ്ഞാൽ നല്ല പൈസ നോക്കാവുന്നതാണ്. ഞാൻ പേഴ്സണലി നോക്കുന്നതായിരിക്കും. അതാണ് എൻ്റെ ഗോൾഡിലുള്ള ട്രേഡ് പ്ലാൻ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്കാണ് കണ്ടിന്യൂസ്ലി പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ സോണുകൾ ഞാൻ മാറ്റുന്നതായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ. എന്തായാലും ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡിൽ ഞാൻ ബുള്ളിഷാണ് ഫോർ ദ ഡേ. നമുക്ക് നോക്കാം എങ്ങനെ പ്രൈസ് ആക്ഷൻ ടേൺ ഔട്ട് ചെയ്യാമെന്നുള്ളത്. ആൻഡ് ഫൈനലി നമുക്ക് ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് August 16 ആണ്. ഇന്ന് GBPയിൽ മാത്രം റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. GBP നോക്കാത്ത വേറെ കാരണം ഞാൻ അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പിന്നെയുള്ളത് ഡോളറിലാണ്. ഡോളറിൽ 3 ഓറഞ്ച് ഫോൾഡർ ന്യൂസ് ഉണ്ട്. ഓറഞ്ച് ന്യൂസ് ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമൊക്കൊന്നുമില്ല. വലിയ ലോ ടൈം ഫ്രെയിമിലൊക്കെ 1 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യണവരൊന്നും സൂക്ഷിച്ചാൽ മതിയാവും. ഞാൻ 1 മിനിറ്റൊക്കെ നോക്കൽ വളരെ കുറവാണ്. എനിക്കറിയാം, ഞാൻ നോക്കാറുണ്ട്, പക്ഷേ വളരെ വളരെ റെയറായിട്ട് ഞാൻ 1 മിനിറ്റൊക്കെ നോക്കാറുള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നമ്മുടെ സോണും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പ്രീ മാർക്കറ്റ് അനാലിസിൽ പറയാത്ത സോണും കാര്യങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളിൽ അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ മാറുമല്ലോ ഓരോ സെഷൻ കഴിയുമ്പോൾ. ഇപ്പോൾ ലണ്ടൻ സെഷൻ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലെല്ലാം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിൽ ഈ ഒരു ഏരിയയിൽ ഷോർട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. കുറച്ച് ന്യൂസ് ടൈമിൽ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ലൊരു ഷോർട്ട് സെല്ലിംഗ് അവിടെ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ആ ഒരു സോണിൽ നിന്നായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ അപ്ഡേറ്റ് ഒക്കെ റെഗുലറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനൽ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ബയോയിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്താൽ കാണാം, അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെലിഗ്രാമിൽ ഡയറക്റ്റ് പോയിട്ട് ഫോറക്സ് ട്രേഡിംഗ് എഡ്യൂ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറൻസി വിപ്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനൽ വരുന്നതായിരിക്കും. ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഐ സി ടി നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ICT ലേണിങ്സിന് എക്സ്ക്ലൂസീവായിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. നമ്മളതിൽ ആഴ്ചയിൽ 2-3 എപ്പിസോഡൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ICTയിൽ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ഇൻട്രാഡേ ആൻഡ് സ്വിംഗ് ബേസിസിൽ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് തിയറീസൊക്കെ. ഇപ്പോൾ നമ്മൾ 8 എപ്പിസോഡ് കറൻറ്റ്ലി ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എന്തെങ്കിലും ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, മാർക്കറ്റ് വീക്കെൻഡാണ്, വോളറ്റിലിറ്റി കുറവായിരിക്കും. സോ ഇന്ന് ട്രേഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇന്നത്തെ ന്യൂയോർക്ക് അല്ല, ലണ്ടൻ ടൈം ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയായിരിക്കും മാർക്കറ്റ് ടേൺ ഔട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് തിങ്കളാഴ്ച കറൻസി പിപ്സ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി പിപ്സ്.